പോകുന്ന സാഹചര്യമുണ്ടായി. അതിനിടെ ഒരു നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരു പ്രേക്ഷകൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫേസ്ബുക്ക് മെസ്സേജ് നൽകിയിട്ടുണ്ടായിരുന്നു. പൊതുവേദിയിൽ ആളുകൾ സർക്കാരിനെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയുമൊക്കെ ആക്ഷേപിക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അവരെ തിരുത്താനാണ് മാധ്യമപ്രവർത്തകർ ശ്രമിക്കേണ്ടത് എന്നാണ് അദ്ദേഹം എനിക്ക് നൽകുന്ന ഉപദേശം. ഏതായാലും ജനങ്ങൾ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് മാറാതിരിക്കാൻ മന്ത്രിമാർ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നും, ഒപ്പം തന്നെ ആളുകളോടുള്ള വിയോജിപ്പുകൾ അത് ജനാധിപത്യപരമായ രീതിയിൽ മര്യാദയോടുകൂടി പറയാനുള്ള ഒരു ബാധ്യത ഉണ്ട് എന്ന് ജനങ്ങളും തിരിച്ചറിയുകയാണ് വേണ്ടത്. അല്ലാതെ അവതാരകരെ അധിക്ഷേപിച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നടക്കാനില്ല. ഏതായാലും ഇന്നത്തെ പൊതുവേദിയിലെ വിഷയത്തിലേക്ക് വരാം. ബാർക്കോഴ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാണ് UDF ആവശ്യപ്പെടുന്നത്. UDFിൻ്റെ ഈ ആവശ്യം ന്യായമാണോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ദാസൻ, സർക്കാർ ഈ വിഷയം ക്രൈംബ്രാഞ്ചിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കട്ടെ എന്നാണ് നിലപാട്. അതുകൊണ്ട് കാര്യമായ ഫലമുണ്ടാകില്ല എന്ന് UDFും പറയുന്നു. എന്ത് കരുതണം ശ്രീ ദാസൻ? ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ കഴമ്പുണ്ടോ? ജുഡീഷ്യൽ അന്വേഷണം അല്ലാണ്ട് കാര്യമില്ല. ഇപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഏത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് കീഴിലാണ് ക്രൈംബ്രാഞ്ച്. ഇപ്പൊ വിജിലൻസ് ക്രൈംബ്രാഞ്ചൊക്കെ അവർ പറയുന്നതല്ലേ ചെയ്യും. അതൊക്കെ ഇത് എല്ലാ ജനങ്ങൾക്കും അറിയാം. അങ്ങനെ തട്ടിപ്പിട് ഇപ്പൊ എല്ലാം മാറിയില്ലേ. ഇപ്പോ ആ 1-ാം തീയതിയുടെ ലീവുള്ള ആ പ്രശ്നം മാറി. ഇപ്പം സമയം ദീർഘിക്കുന്ന മാറ്റി എല്ലാം പിടിച്ചുപോയി എന്ന് എല്ലാവർക്കും തോന്നി. പിന്നെ വിമർശിക്കുന്ന വെച്ചാൽ നമുക്ക് വിമർശിക്കാൻ നിൽക്കാൻ പറ്റൂല. ഈ രാഷ്ട്രീയക്കാര് കൃത്യമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ ആരും വിമർശിക്കൂല. പിന്നെ നിങ്ങൾ ആരും പേടിച്ചിട്ടൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ തെളിവാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾ നമ്മളെ പേടിച്ച് നിൽക്കണം. അല്ല, നിങ്ങൾ വിമർശിക്കാൻ പാടില്ല. നിങ്ങളെ കൊമ്പത്തെ പുലിയാന്ന് വെച്ചാൽ അത് നിങ്ങൾ വീട്ടിൽ പറഞ്ഞാൽ മതി. യെസ്, അത് വളരെ കൃത്യമാണ്. വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ശ്രീ ദാസൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പ്രദീപ് എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രദീപിന് എന്ത് തോന്നുന്നു? ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി പുറത്തു വരില്ലേ? വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഒരുപക്ഷെ സർക്കാർ മുൻകൈ എടുത്തേക്കാം. അതുകൊണ്ടൊക്കെ പ്രശ്നപരിഹാരമാകുമോ? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. അപ്പോഴേ എന്തായാലും ഞാൻ ആമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ പൊതുവേദി എന്ന് പറയുന്ന ഞങ്ങൾക്ക് പ്രതികരിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരമാണ് സാധാരണ ജനങ്ങൾക്ക്. അതിൽ എനിക്കൊരു അപേക്ഷ ഉള്ളത്, പറ്റുമെങ്കിൽ ഇത് 1 മണിക്കൂറാക്കുക. ഇന്നലെ ഞാനാണെങ്കിൽ കുറെ നേരം കാത്തു നിന്നു. താങ്കൾ ആരോടെ ഫൈറ്റ് കൂടുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ വിവരമില്ലാതെ സംസാരിക്കുന്നവർക്ക് മാക്സിമം ഒരു മിനിറ്റ് കൊടുക്കും സുഹൃത്തെ. കാര്യം എന്തിനാണ് നമ്മൾ ഈ വിലപ്പെട്ട സമയം കളയുന്നത്? അവർക്ക് വേറെ ഒരു പണിയില്ല. ചുമ്മാ വിമർശിച്ച് പറയുന്നത് തന്നെ മാറ്റി മാറ്റി വളവളവളാന്ന് പറയും. എന്ത് കാര്യം പറയുന്നോലും അറിഞ്ഞൂടാ. ക്ഷമിക്കണം ഞാൻ പറയാൻ കാരണം എത്രയോ പേര് കാത്തു നിൽക്കുന്ന അറിയാമോ. ഞാൻ തന്നെ ചിലപ്പോൾ എന്റെ കാര്യം പറയാൻ വയ്ക്കാറുണ്ട് ഒരു സെക്കൻഡ് കൊണ്ട്. പിന്നെ വിമർശിക്കാൻ പാടില്ല. ഇവിടെ മോദിയെയും വിമർശിക്കും, പിണറായി വിജയനെയും വിമർശിക്കും. ആര് തെറ്റ് ചെയ്താലും വിമർശിക്കും. അവരാരും അച്ചി വീട്ടിലെ പൈസ കൊണ്ടല്ല സ്വന്തം ചെലവ് നടത്തുന്നത്. ഞങ്ങളെപ്പോലുള്ള ഒരു ടാക്സ് കൊടുത്തിട്ടാണ്. അത്ര സഹിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, കാത് പൊത്തി മിണ്ടാതിരുന്നേ പറ്റൂ. പിന്നെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ സാറേ, ഇവിടെ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ മരുമോളും അമ്മാവിയും കളിക്കുന്ന കളിയല്ലാതെ വേറെ എന്താ ഉള്ള? ഇതിലൊന്നും ഒന്നും പറയാനില്ല. ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. ഒരു മുന്നണിയുടെ കീഴിൽ വരുന്ന ഒരു കക്ഷികൾ തമ്മിൽ എന്തെല്ലാം കോംപ്രമൈസ് ചെയ്യും? ഇതൊക്കെ നമ്മളെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളുടെ നിത്യപ്രശ്നം കൊണ്ടുവിടെ വെള്ളത്തിൽ മുങ്ങി കിടക്കണം. ഈ കോഴയൊക്കെ ആരാ വഹിക്കണം? ഇവരെല്ലാം കോഴ വാങ്ങാത്ത ആരായിരിക്കണം? നിസ്സാരം വേറെ ഒന്നുമല്ല വേണം. പിണറായി വിജയൻ ഈ നമ്മുടെ ആശുപത്രിയിലത്തേക്ക് വേണ്ടി വാങ്ങിയ AC 10,000 AC വാങ്ങി. ഒരു ACക്ക് 10,000 രൂപ വെച്ചാണ് കമ്മീഷൻ വാങ്ങിയിരിക്കണം. അറിയാവോ? ഞാനൊരു LGയുടെ AC വാങ്ങി കഴിഞ്ഞാൽ 1,500 AC എനിക്ക് വേണമെങ്കിൽ 32,000 രൂപ കൊടുത്താൽ മതി. സർക്കാർ വാങ്ങിച്ചത് 48,000 രൂപയ്ക്കാണ്. അപ്പൊ ഈ പൈസ എവിടെയാ കൊണ്ടുവെക്കണേ? മൊത്തം അഴിമതിയല്ലേ. പിന്നെ നമുക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് അറിയുന്നത് മുഖ്യമന്ത്രി ആവാൻ പറ്റൂല. സോറി, താങ്ക് യു സോ മച്ച്. ഏതായാലും വളരെ വ്യക്തമാണ് ശ്രീ പ്രദീപിൻ്റെ
നിലപാട്. ഒപ്പം തന്നെ ഈ പൊതുവേദി സമയം വർദ്ധിപ്പിക്കണമെന്ന് നിരവധി പേർ ആവശ്യപ്പെടുന്നുണ്ട്. പലർക്കും വിളിച്ചിട്ട് കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും അത് പരമാവധി പ്രേക്ഷകരെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും. ബിജു എന്നൊരു പ്രേക്ഷകൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബിജുവിന് എന്ത് തോന്നുന്നു? പ്രതിപക്ഷം ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമോ ഈ പ്രതിഷേധങ്ങൾ? നമസ്കാരം ചേട്ടാ. പിന്നെ ഈ ജുഡീഷ്യൽ അന്വേഷണം വെച്ചതുകൊണ്ടോ ആരന്വേഷിച്ചതുകൊണ്ടോ ഇത്രയും നാൾ ജുഡീഷ്യൽ അന്വേഷണം വെച്ച് ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അതൊന്നും അറിഞ്ഞോട്ടെ. ഇന്നേ വരെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം പോലീസ് അന്വേഷിച്ചാൽ ഇവരെല്ലാം ഒരു കളിപ്പാവകളാണ്. ഈ അന്വേഷണം നടത്തുന്നവരെല്ലാം കളിപ്പാവകളാണ്. അല്ലാതെ ഇപ്പൊ മധുസൂദനൻ എന്ന് പറഞ്ഞ ആരാ? കക്ഷിയെ കണ്ടിട്ട് പോലും ഇല്ല. കക്ഷി അന്വേഷിച്ച് എന്തോ നേടാൻ ഇവിടെ ഒന്നും നേടാനില്ല. ഇവിടെ CBI അന്വേഷണം വന്നാലും ജുഡീഷ്യൽ അന്വേഷണം വന്നാലും സർക്കാരിന് അനുകൂലമായിട്ടേ പോകത്തുള്ളൂ. ഇവിടെ രണ്ടുപേരും മാർക്കോഴ. ഇവിടെ ബാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും നിൽക്കുന്നത്. അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആളുണ്ട്, അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ ആളുണ്ട്. അല്ലാതെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ എന്താ? എന്റെ വീടിന്റെ അടുത്ത് റോഡ് ഇടിഞ്ഞു മാറി കിടക്കുക. 2 പഞ്ചായത്ത് മെമ്പർമാർ തമ്മിലുള്ള പ്രശ്നമാണ്. ഇവര് തമ്മിൽ മത്സരിച്ച് കാശ് അനുഭവിക്കുന്ന ഞങ്ങളാ. എന്നിട്ട് സർക്കാരിന് പൈസ. അത് ഏതാണ് സ്ഥലം ശ്രീ ബിജു? നമുക്ക് ജനങ്ങൾ അറിയട്ടെ. ഏതാണ്? കുലശേഖരപുരം 11-ാം വാർഡ് എന്ന് പറയും. ചേട്ടന്റെ വാട്സ്ആപ്പ് നമ്പർ ഇട്ട് തന്നാൽ ഞാൻ ആ ഫോട്ടോ അങ്ങോട്ട് അയച്ചുതരാം. 2 മെമ്പർമാർ തമ്മിലുള്ള പ്രശ്നം. ഈ കുലശേഖരപുരത്തെ 11-ാം വാർഡിലെ മെമ്പർമാർ ഇതൊന്ന് കേൾക്കട്ടെ. അവരെ പറ്റി ആളുകൾ ഇങ്ങനെയാണ് ധരിക്കുന്നതെന്ന് അത് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. 11-ാം വാർഡിലെ മെമ്പറും 13-ാം വാർഡിലെ മെമ്പറും, അതായത് 13-ാം വാർഡിലെ മെമ്പറുടെ വീട് വശത്തെ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡ് ഇടിച്ചു വാരിയില്ലെന്നും പറഞ്ഞ് ഈ ഡിവൈഎഫ്ഐക്കാരും ഈ 13-ാം വാർഡിലെ മെമ്പർ അഷറഫുമായിട്ട് വന്നിട്ട് തടയുകയും ഇത് സ്റ്റേ കൊടുത്ത് എന്നിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യയുടെ ചെവുകൂറ്റിക്ക് അടിക്കുകയും ചെയ്തു. അടിച്ച് കേസായി. അവർ തമ്മിൽ ഒത്തുതീർപ്പായി. ലാസ്റ്റ് അനുഭവിക്കുന്ന ഞങ്ങളുടെ ഈ റോഡൊന്ന് കാണണം ചേട്ടാ. ഒരു ദിവസം ഒന്ന് വന്നു നോക്ക്. TV ആശുപത്രിക്ക് വടക്കോട്ടുള്ള റോഡാണ്. ഇടിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ഏതായാലും ബിജുവിന്റെ ഈ വാക്കുകൾ അധികൃതർ കേൾക്കട്ടെ എന്നും ഇനിയെങ്കിലും മാനസാന്തരം ഉണ്ടാകട്ടെ എന്നും ഞാൻ ആശിക്കുകയാണ്. ഒപ്പം തന്നെ ആ വിവരങ്ങൾ നമുക്ക് അന്വേഷിക്കുകയും ചെയ്യാം. ഏതായാലും വളരെ നന്ദി ശ്രീ ബിജു. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. അൽത്താഫ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് എരുമേലിയിൽ നിന്നാണ്. ശ്രീ അൽത്താഫ്, ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നീക്കമാണോ UDF നടത്തുന്നത്? അതോ ഇത് ഒരു സത്യസന്ധമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണോ? ഈ UDFന്റെ ആളുകള് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ കയ്യും കണക്കും ഇല്ലാതെ എന്നും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ ഈ കേരളത്തിലെ 2ാമത് പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം UDFും പ്രതിപക്ഷവും ഇവിടെ കേരളത്തിൽ ഉണ്ടെന്ന് 4 ആളെന്ന് അറിഞ്ഞോട്ടെ, അവർ കുറച്ചു ദിവസം സമരം ചെയ്തോട്ടെ എന്നുള്ളതിനപ്പുറം യാതൊരു പ്രസക്തിയില്ല. ഇവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നത്? എന്താണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഒരു തെളിവെന്ന് പറയുന്നത്? ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള തെളിവെന്ന് പറയുന്ന ഒരു ബാർ മുതലാളിമാരുടെ ഒരു ഗ്രൂപ്പില് ഒരു വോയിസ് ക്ലിപ്പാണ്. അല്ല, സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ്. ഒപ്പം വിജിലൻസിന്റെ അന്വേഷണം കൂടി വരുമെന്നാണ് കേൾക്കുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല എന്നാണ് UDF കൺവീനറുടെ നിലപാട്. അപ്പോ സാർ, ഇതിനകത്ത് സർക്കാരിന് എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിൽ ഈ ആരോപണം വന്നത് ഇന്നലെയാണ് അല്ലെ? ഇന്നലെ വന്നു MP രാജേഷ് ആ തൽക്ഷണം 1 മണിക്കൂർ വ്യത്യാസത്തിൽ DGPക്ക് പരാതി കൊടുത്തു. ഇതിനകത്ത് സത്യം പുറത്തു വരട്ടെ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. ഇവര് ജുഡീഷ്യൽ അന്വേഷണം എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ഒരു മാന്യത വേണ്ടേ? എന്തിന്റെ തെളിവ്? എന്താ തെളിവുള്ളത്? ആ വോയിസ് നോട്ട് അല്ലാതെ എന്താ തെളിവുള്ളത്? ചുമ്മാ എല്ലാത്തിനും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റൂ. പ്രതിപക്ഷം കുറച്ചാൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞോട്ടെ, അവർ പ്രതിഷേധിച്ചോട്ടെ. അതിനപ്പുറം യാതൊരു പ്രസക്തി ഇല്ലാത്ത അവര് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ബാർക്കോഴ പോലെ ഇതങ്ങ് ആളി കത്തിക്കുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ സ്വന്തം കയ്യിലുള്ള അവർ നടത്തിയ അഴിമതി പോലെ എല്ലാ സർക്കാരും അതേപോലെ അഴിമതി നടത്തുവാണെന്നുള്ള ഒരു ധാരണയുണ്ട്. ആ ധാരണ അവർക്ക് ഇപ്പോഴും ഉണ്ട്. അവരത് മുന്നോട്ട് നയിക്കട്ടെ. അവർക്ക് അവരുടെ വിശ്വാസം അവരെ അവരുടെ തുണയ്ക്കട്ടെ. അത്ര എനിക്ക് അൽത്താഫിന്റെ നിലപാട് വ്യക്തമാണ്. TK രവിചന്ദ്രൻ പിള്ള വിളിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്, അല്ല അഞ്ചാലമൂട് നിന്നാണ്. യെസ്, അദ്ദേഹം നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ശ്രീ TK രവിചന്ദ്രൻ പിള്ള. എനിക്കെപ്പോഴും അദ്ദേഹം വിളിച്ചു കഴിയുമ്പോൾ TK രവിചന്ദ്രൻ പിള്ള എന്നത് രവീന്ദ്രൻ പിള്ളയായി പോകാറുണ്ട്. ശ്രീ രവിചന്ദ്രൻ പിള്ള ക്ഷമിക്കണം, അത് കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല, അറിയാതെ തെറ്റിപ്പോകുന്നതാണ്. ഏതായാലും അങ്ങ് സ്ഥിരമായി ഞങ്ങളുടെ പൊതുവേദിയിലേക്ക് വിളിക്കുന്നു എന്നത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തു തോന്നുന്നു ശ്രീ രവിചന്ദ്രൻ പിള്ള താങ്കൾക്ക്? നമസ്കാരം. എന്റെ പരാതിക്ക് തിരുവനന്തപുരത്തുള്ള ഒരാൾ 2-3 വട്ടം ഇങ്ങനെ ഇത് പറഞ്ഞു. പുള്ളി അടുത്ത് പറയണം, എന്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ പുള്ളിക്ക് വേണമെങ്കിൽ എന്റെ നമ്പർ കൊടുത്തു, പുള്ളി അടുത്ത് ഞാൻ കുറെ കാര്യങ്ങൾ പറയാമെന്ന് പറ. പോട്ടെ, അല്ല നമ്മള്
പൊതുവേദിയിൽ പുള്ളി ഒരുമാതിരി നമ്മളെ അതങ്ങനെ സംസാരിക്കല്ലോ എന്ന് പറയാ. പുള്ളി മാന്യതയാണെങ്കിൽ നമ്മൾ നല്ല മാന്യതയാ. പിന്നെ ശരി, നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം. ഈ ബാർക്കോഴ എന്ന് പറയുന്നത് പ്രതിപക്ഷം കൊണ്ടുവന്നതൊന്നുമല്ല. പ്രതിപക്ഷമാണോ കൊണ്ടുവന്നത്? ഇത് ഈ ബാർ മോലാളിമാരെ സംഘടന സ്വാഭാവികമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു സംഭവമാണ്. ഇത് ഈ പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയൊക്കെ ആക്ഷേപിച്ച് സംസാരിക്കാൻ ഇവർക്ക് ഒരു ലക്ഷ്യമില്ലയോ എന്നാ ചോദിക്കുന്നത്. ഇത് നാട്ടിൽ കേരളത്തിൽ 7 വർഷം 8 വർഷം കണ്ടായി അന്ന് തൊട്ടേ അഴിമതിയില്ലേ മൊത്തം. യെസ്, വ്യക്തമാണ്. രവിചന്ദ്രൻ പിള്ള ഒരു നിമിഷം ലൈനിൽ തുടരണം കേട്ടോ, ഒരു നിമിഷം തുടരണം. ദീപു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ദീപുവിനെതിരെയാണ് പരാതി കേട്ടോ, ശ്രീ രവിചന്ദ്രൻ പിള്ളയുടേത്. ദീപു, അതെ അതെ, ദീപു അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്നാണ്. അത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഞാൻ സംസാരിക്കട്ടെ? അതായത് പിന്നെ മനു, ഇപ്പോ ഒരാള് നമ്മളൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു. ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മാറിക്കൊണ്ട് തന്നെ മറ്റുള്ള അയാൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ കുറിച്ച് വലിയ വൃത്തികേടായിട്ട് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ സ്നേഹിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും അവർക്കും പറയാനുണ്ടാകും കാര്യം. ഞാൻ അൺപാർലമെന്ററി ആയിട്ട് എന്തെങ്കിലും ഞാൻ കാലങ്ങളെ കുറെ ആയില്ലേ ഇവിടെ വിളിക്കുന്നത്. അപ്പൊ പറയൂ, ഞാൻ ഏതാണ് അൺപാർലമെന്ററി ആയിട്ട് സംസാരിക്കുന്നത്? ഞാൻ അത് ശ്രീ രവിചന്ദ്രൻ പിള്ള തന്നെ ലൈനിലുണ്ട്. ശ്രീ രവിചന്ദ്രൻ പിള്ള തൃപ്തിയായി അൺപാർലമെന്ററി ആയിട്ട് പറഞ്ഞത് ഒന്ന് പറയട്ടെ. ഇല്ലേ, ഹലോ, പൊതുവേദിയല്ലേ? ഞാൻ സംസാരിക്കാൻ ഇന്ന് തന്നെ ഞാൻ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നപ്പോഴേ അവിടെ യൂത്ത് ഈ വിഷയത്തെ കുറിച്ചല്ലേ മനു സംസാരിക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് രവിചന്ദ്രൻ പിള്ളയാണോ സംസാരിക്കുന്നത്? ആണാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അഴിമതിയെ കുറിച്ച് പറയുക. ഏത് മേഖലയിൽ അഴിമതി ഇല്ലാത്ത? എല്ലാ മേഖലയിലും. എന്നെയും വിളിച്ചിട്ട് എന്റെ അടുത്ത് കാര്യം സംസാരിക്കാൻ പറഞ്ഞിട്ട് മനു അയാൾ അൺപാർലമെന്ററി ആയിട്ട് ഞാൻ എന്ത് പറഞ്ഞു എന്ന് അയാൾ പറയട്ടെ. അഞ്ചാലമൂടുകാരൻ ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന് പറയുന്നത്. അഞ്ചാലമൂടുകാരൻ ഏതാണ്ടൊന്നും പറയുന്നില്ല. അഞ്ചാലമൂടുകാരൻ എന്ന് പറയുന്നത് എന്തെങ്കിലും അൺപാർലമെന്ററി ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ നാടല്ലേ അഞ്ചാല്. ഇപ്പൊ തിരുവനന്തപുരംകാരൻ പിന്നെ മനു പാലക്കാട്ടുകാരൻ എന്നല്ലേ പറയാ? ശരി, ഏതായാലും എനിക്ക് തോന്നുന്നത് അതൊരു തർക്കം അവിടെ തീരേണ്ടതാണ്. എന്തായാലും നിങ്ങൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടായിക്കോട്ടെ. എല്ലാവരും പൊതുവേദിയുടെ പ്രേക്ഷകരാണ്, വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് പൊതുവേദി നല്ല രീതിയിൽ ആകുന്നത്. ശ്രീ ദീപു, താങ്കൾക്ക് ഇതിലെ നിലപാട് തുടരാം. ബാർക്കോഴ കേസ് അന്വേഷിക്കണോ, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണോ എന്ന വിഷയത്തിൽ? ഈ ബാർക്കോഴ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഇന്നലെ 10:56 തീർന്ന സാധനമാണ്. പക്ഷെ ഇത് കരുതിക്കൂട്ടി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അത് നീട്ടിക്കൊണ്ടുപോകേണ്ട ആവേശം അതിന്റെ തൽപര കക്ഷികൾക്കുണ്ട്. അതാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, മന്ത്രി ഇന്നലെ 1 മണിക്കൂറിനകം തന്നെ DGPക്ക് പരാതി കൊടുത്തിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് രാവിലത്തെ മറ്റൊരു ചാനലിലെ റിപ്പോർട്ട് നിങ്ങളിൽ ഞാൻ കണ്ടില്ല, അത് വന്നു. അതായത് 2-3 ആഴ്ച മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് പേരില്ലാത്ത പരാതികളും വിജിലൻസിന് പേരില്ലാത്ത പരാതികളും വന്ന് മുഖ്യമന്ത്രിക്കും പരാതി കിട്ടി. വിജിലൻസ് അത് അന്വേഷിച്ചു തുടങ്ങിയെന്ന് മനു തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഇവിടെ ജുഡീഷ്യൽ അന്വേഷണം വേണം. 2 പിന്നെ മുന്നണികളും ഇവിടെ ബാറുകാരുടെ നിന്ന് പൈസ വാങ്ങിക്കുകയാണ്, ഇവരെല്ലാം കള്ളന്മാരാണെന്ന് പറയുന്നതിനകത്തുള്ളത് പിന്നെ ഒരു എല്ലാം സാമാന്യവൽക്കരിക്കലുണ്ട്. ഇവിടെ 3 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ബാറിന് ലൈസൻസ് കിട്ടുന്നത് എങ്ങനെയായിരുന്നു? അവിടെ കുറെ മുതലാളിമാർ വിചാരിക്കുന്നു, അവിടുത്തെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നു അവർക്ക്. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? ഓൺലൈനായിട്ട് നിങ്ങൾക്ക് 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുണ്ടോ? നിങ്ങൾക്ക് മറ്റെല്ലാ ക്രൈറ്റീരിയൻ പാലിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ലൈസൻസ് കിട്ടും. അവിടെ ഒരു പൈസയും ആർക്കും മുടക്കേണ്ട കാര്യമില്ല. മനുവിനും ഈ സാധനം ഉണ്ടെങ്കിൽ മനുവിനും തുടങ്ങാം. പ്രതിവർഷം ഒരു പിന്നെ 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഈ ലൈസൻസ് ഫീ കൂട്ടിയിരുന്നത്. ഈ സർക്കാർ, കഴിഞ്ഞ സർക്കാർ 5 ലക്ഷം, ഈ സർക്കാർ ഇതുവരെ 3 വർഷം കൊണ്ട് ആദ്യം ഗോവിന്ദമാഷ് ഇരുന്നപ്പോ 2 ലക്ഷം, അത് കഴിഞ്ഞ് MP രാജേഷ് വന്നപ്പോ 5 ലക്ഷം, മൊത്തം 12 ലക്ഷം രൂപയാണ് ലൈസൻസിന് തന്നെ കൂട്ടിയത്. ടേൺ ഓവർ ടാക്സിന്റെ പേരിൽ കൊടുക്കാത്തവരുള്ള നടപടി എടുത്തു. 11 മണിക്ക് ശേഷം ഈ ബാറ് നടത്തുന്നവർക്കെതിരെയുള്ള നടപടി എടുത്തത് 30 ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, 2 പേരെ റദ്ദാക്കിയിട്ടുണ്ട്. സുധാകരൻ പറയുന്നത് എന്താണ്? IT പിന്നെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർ പാർക്സിൽ ഇത് പറ്റില്ല, അത് അഴിമതിയാണെന്ന് പറയുന്നു. സതീശൻ പറയുന്നു അത് അഴിമതി എന്നുള്ള ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ഇതൊക്കെ പോട്ടെ, ഇവരുടെ തന്നെ നേതാവായിട്ടുള്ള അടൂർ പ്രകാശ് ഉണ്ട്. അടൂർ പ്രകാശിന് ബാറുണ്ട്. അടൂർ പ്രകാശ് ബാറുമായി ബന്ധപ്പെട്ട് ഈ സംഘടനയിലൊക്കെ ഉള്ള ആളായിരിക്കുമല്ലോ. അദ്ദേഹത്തിന്
ഇതിന് എന്തെങ്കിലും പരാതി ഉണ്ടോ? ഈ UDFന്റെ MP അല്ലേ അയാള്, ഇപ്പൊ നിലവിലുള്ള MP അല്ലേ, അപ്പൊ മത്സരിച്ച സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിനും ഇത് കൃത്യമായിട്ട് പുറത്ത് പറയാമെന്നിരിക്കെ ഇതെല്ലാം ഉണ്ടായിട്ടും ഇതെല്ലാം നമ്മുടെ മുന്നിൽ പകല് പോലെ വെളിച്ചം പോലെ നിന്നിട്ടും പറയാണ് അവരും വാങ്ങിക്കും ഇവരും വാങ്ങിക്കും മറ്റവരും വാങ്ങിക്കും. നിങ്ങൾ ഒറ്റ സെക്കൻഡ് അത് മാത്രമല്ല, ഈ 8 വർഷമായി മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, മാധ്യമങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര എന്തെങ്കിലും സാധനങ്ങൾ അതീവ രഹസ്യമാണോ ഈ എക്സൈസിൽ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത, നിങ്ങൾ അത്ര കഴിവ് കെട്ടവരാണ് 8 വർഷമായിട്ട് ഈ ബാറുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കെ വെറുതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കുറച്ച് പിള്ളേരുടെ പൃഷ്ഠത്തിന് അടി വാങ്ങിക്കാന്നുള്ള പരിപാടി മാത്രമാണ് ഈ UDF നടത്തുന്നത്. ജുഡീഷ്യൽ അന്വേഷണം അന്വേഷിച്ചിട്ട് എന്താവാനാണ്? മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്ത് നിൽക്കുകയാണ് ദീപു. എനിക്ക് തോന്നുന്നത് മാക്സിമം സമയം ദീപുവിന് നൽകി എന്നതാണ്. ഏതായാലും വ്യക്തമാണ്, ദീപുവിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണന് എന്ത് തോന്നുന്നു? ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കി UDF ഉയർത്തിക്കൊണ്ടുവരുമോ? നോക്കൂ, താങ്കളും ഒരുപക്ഷെ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ട് സമയത്ത് വർഷം ഏതാണെന്ന് നോക്കുന്നില്ല, നമ്മൾ കുറച്ച് പ്രായമൊക്കെ കുറച്ചായല്ലോ. അപ്പൊ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പറയും മലയാളം ഒരു സിലബസ് ഉണ്ട്. താങ്കൾ പഠിച്ചിരുന്ന കാലത്തോ അതോ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ പറയണം. കാരണം ഒരു ആട്ടിടനായ കുട്ടി തന്റെ കാലികളെയൊക്കെ മേയ്ക്കാനായിട്ട് ഇങ്ങനെ പുലി വരുന്നു എന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു. ഇപ്പൊ ഈ പൊതുവേദി തന്നെ തുടങ്ങിയിട്ട് എന്റെ ഉദ്ദേശം പറയാൻ ഞാനിത് സംസാരിക്കുന്നതിന്റെ ഏകദേശം ഉദ്ദേശം ഒരു 5-6 വർഷത്തിൽ പുറത്തായെന്നാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ, പൊതുവേദി ആരംഭിച്ചിട്ട് 5-6 വർഷത്തിലാണ്. അപ്പൊ അന്ന് മുതൽ തന്നെ സംസാരിക്കുന്നവരാണ് ഞങ്ങള്. ഏതാണ്ട് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ അവസാന കാലം മുതൽ തന്നെ സ്വർണ്ണക്കടത്തിൽ തുടങ്ങി 100 കണക്കിന് വിഷയങ്ങളാണ് കൊണ്ടുവന്നത്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അവർക്ക് കേരളത്തിലെ ക്രൈംബ്രാഞ്ചിന് വിശ്വാസമില്ലെങ്കിൽ ഇപ്പൊ സതീശന്റെ സ്വന്തം ആളാണല്ലോ മോഡിയും ED-യൊക്കെ. രണ്ടും ED-യും മോഡിയും ഇപ്പൊ സതീശന്റെ സ്വന്തമാണ്. കേന്ദ്രത്തിലെ CBI-യോ അല്ലെങ്കിൽ ED-യൊക്കെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കട്ടെ, അതിനൊന്നും തടസ്സമില്ല. ഇത് മല പോലെ ഉറച്ച ചങ്കുറപ്പുള്ള ഒരു സർക്കാരാണ്. ഇവരെന്ത് കിടന്ന് അന്തം കുന്തം ചാടിയാലും ഈ ജനകീയ സർക്കാരിനെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, ഇതിപ്പോ ഒരു വലിയ രാഷ്ട്രീയ ആരോപണമായി ഉയരുകയാണ്. ഒരു ഘട്ടത്തിൽ ഇത് പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു, ഇനി കൂടുതൽ കനത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്ന സൂചനകൾ ലഭിക്കുന്നു. മറുവശത്ത് അന്വേഷണവുമായി സർക്കാർ പോകുന്നു. ഇത് എങ്ങനെ പര്യവസാനിക്കുമെന്നാണ് ശ്രീ ബാലകൃഷ്ണൻ കരുതുന്നത്? സർ നമസ്കാരം. നമസ്കാരം. News 18 ചാനൽ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് അവന്റെ അഭിപ്രായം പറഞ്ഞ് ശക്തമായി പ്രതികരിക്കാനുള്ള ഒരു വേദിയാണ്. ആ വേദിയിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർ ക്രമക്കേട് കാണിച്ചാൽ ശക്തമായ വിമർശനം ഉണ്ടാവും. അത് ആരെതിർത്താലും ആര് ഭയപ്പെടുത്തിയാലും എനിക്ക് കീഴടങ്ങൂല. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം. വ്യക്തിപരമായിട്ടൊന്നല്ല പറയുന്നത്. കാരണം News 18 ചാനൽ ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്കൊരു അവസരം തരുവാണെങ്കിൽ ഇതിൽ കൂടി അധികാര സ്ഥാനത്തിരുന്ന് ക്രമക്കേടുകൾ കാണിച്ചാൽ നാഗശികാന്തം എതിർക്കും. അത് News 18 ഭയപ്പെടുത്തിയിട്ടും മറ്റിരിക്കുന്ന പ്രേക്ഷകരെ ഭയപ്പെടുത്തിയിട്ടും യാതൊരു ഭയവും ഞങ്ങൾക്കില്ല. ഇത് ഇന്ത്യ രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. അത് നിങ്ങളാണ് ഉറക്കെ വിളിച്ച് പറയേണ്ടത്. ജനാധിപത്യ മതനേരം പൗരന്റെ അവകാശം, അതിന് ആരും ചോദ്യം ചെയ്യേണ്ട. ഈ വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കാനില്ല. ഇത് ഇടതും വലതും രണ്ടും ബാർ കോയ നടത്തിയിട്ടുണ്ട്. കോയ ജോസ് ഉണ്ട് ഇപ്പം കൂടെ. കോയ മാണി പോയി, കോയ ജോസാണ് കൂടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകരെ പ്രതികരിപ്പിക്കാനായിട്ട് ആരും പ്രലോഭിക്കണ്ട. പ്രതികരിക്കും. വളരെ വ്യക്തമാണ് ശ്രീ ബാലകൃഷ്ണൻ. കൈപ്പറ്റി ജീവിക്കുന്നുണ്ടെങ്കിൽ ക്രമക്കേട് കാണിച്ചാൽ പ്രതികരിച്ചിരിക്കും. അതെ, അത് അങ്ങനെ അതാണ് പൊതുവേദിയും ലക്ഷ്യം വെക്കുന്നത്. അതിന് 1 മണിക്കൂറാക്കി 1.5 മണിക്കൂർ അവസരം തന്നാൽ ഇതിലേറെ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. പിന്നെ അനുകൂലിച്ച് സംസാരിക്കുന്നവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ പിന്നിൽ കൂടി കിട്ടുന്നുണ്ടെങ്കിൽ അത് അവർ മേടിച്ചോളാം. മറ്റുള്ളവരെ ശാസിക്കാൻ മെനക്കേടരുത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രതികരിക്കുന്ന ഒരു ജനം തന്നെയാണ് പൊതുവേദിയുടെ കരുത്ത്. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജയകുമാറിന് എന്ത് തോന്നുന്നു? ഇത് വലിയ മല പോലെ വന്ന് ഒടുവിൽ എലി പോലെ പോകുമോ ഈ 2ാം ബാർക്കോഴ വിവാദവും? നമസ്കാരം. ഈ സാറേന്ന് വിളിച്ച് സംസാരിക്കുന്നവരും അവര് മോശക്കാരും പേരെടുത്ത് വിളിക്കുന്നവരും നല്ല പിള്ളയായി മാറരുത്. ഈ പൊതുവേദിയിൽ എല്ലാ പേർക്കും ഒരുപോലെയുള്ള ഇത് കൊടുക്കണം.
ഈ അല്ല, ദീപു പൊതുവേദി എല്ലാവർക്കും തുല്യത തന്നെയാണ് കൊടുക്കുന്നത്. പേര് വിളിക്കുന്നത് നമ്മൾ ഒരാളെ പേര് വിളിക്കുന്നതോ മറ്റെന്ത് വിളിക്കുന്നതോ ആയിക്കോട്ടെ, നമ്മളുടെ എല്ലാവരും എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കോണ്ടാക്ട് ആണ്. സാധാരണ ഈ ദീപു ഈ ഇന്നലെ എന്നെയും ഈസ്റ്റ് പോർട്ടിൽ നിന്ന് പറഞ്ഞ് പേരെടുത്ത് വിളിച്ച് എന്നെ അധിക്ഷേപിച്ചു. അല്ല, അദ്ദേഹത്തിന് ഞാനിന്നത് ചോദിച്ചു. നമ്മൾ ആ വിഷയം ചോദിച്ചു. സംസാരിച്ചത് അല്ല, അയാൾ വിഷയത്തിൽ നിന്നല്ലോ. ഇന്നലെ അയാൾ ഞാൻ സംസാരിച്ചതിന് അയാളെ ജവഹർലാൽ നെഹ്റുവിനെ ഗാന്ധിജിയെ വരെ ഇയാള് സംസാരിച്ചു. സാധാരണ ഇയാൾ സംസാരിക്കുമ്പോൾ കിരണാണെങ്കിൽ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇയാൾക്ക് മൊത്തം ആളുകൾ വിളിച്ച് പറയണ ഇയാള് അഭിപ്രായം പറയാൻ വേണ്ടി ഇയാൾ ആരാണ്? ശരി, അല്ല, അത് നമ്മൾ ഇന്ന് ആ വിഷയം ചർച്ച ചെയ്തു, അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എങ്ങനെ കിട്ടി അയാളെ വിളിക്കാൻ കാരണം എന്തിനാണ്? അയാൾ എങ്ങനെ കിട്ടി? അയാളെ ഇപ്പൊ താങ്കൾ വിളിച്ചു കൊടുത്തു. പിന്നെ ഞാൻ വിളിച്ചു കൊടുത്തതല്ല, അദ്ദേഹം ലൈനിൽ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ അടുത്ത പിന്നെ അയാൾക്ക് പ്രത്യേക സമയം കൊടുത്തു. പക്ഷേ ഞങ്ങളല്ല, ഞാനിത് 8 ഇല്ല ശ്രീ ജയകുമാറിന് കൊടുക്കുന്ന അത്ര പ്രത്യേകത ആർക്കുമില്ല. അതാണ് യഥാർത്ഥം. 9 കൊല്ലം കൊണ്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുകയാണ്. 9 കൊല്ലം കൊണ്ട് ഞാൻ ജിഷ വധ കേസ് പോലെ അതിന് മുമ്പ് മുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. മാന്യമായിട്ട് സംസാരിച്ച് ഞങ്ങളൊക്കെ പോവുകയും ചെയ്ത് ഞങ്ങളുടെ അഭിപ്രായം പറയും. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ജുഡീഷ്യൽ അന്വേഷണം വേണോ വേണ്ടേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ എന്തിനാണ് ഈ കേരളം മൊത്തം സ്തംഭിപ്പിച്ചത്? ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞാണല്ലോ സംഭവിച്ചത്. അപ്പൊ ഇവർ ചെയ്യുമ്പോ മാന്യന്മാരും മറ്റവർ ചെയ്യുമ്പോ മോശക്കാരുമാണ്. ഇവരുടെ പോലീസ്, പിണറായിയുടെ പോലീസ് അന്വേഷിച്ച അവിടെ എന്ത് കിട്ടാനാണ്? ആദ്യം AKG സെന്ററിൽ കൊണ്ടുവച്ചിങ്ങനെ നോട്ടെണ്ണ വിഷയം തൊട്ട് തുടങ്ങണം. അത് ഇവിടുത്തെ പോലീസ് ചെയ്യുമോ? ജോസ് കെ മാനെ ആ വിഷയം വാങ്ങിച്ചിട്ടാണ് അധികാരത്തിൽ കയറ്റിയത്. ഇവിടുത്തെ പോലീസ് അത് ചെയ്യുമോ? പ്രതികരിക്കേണ്ടവരെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. അത് ഇയാൾക്ക് പ്രത്യേകം പറഞ്ഞോളാം. ഇയാൾ മണിക്കൂറോളം വിളിച്ച് ആളുകളെ അവമാനിക്കാന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു പരിപാടിയാണ്. വ്യക്തമാണ്. ഏതായാലും ശ്രീ ജയകുമാറിന്റെ അഭിപ്രായം എല്ലാവരും ആളുകളോട് നമ്മൾ പൊതുവേദി ഒരു കൂട്ടായ്മ കൂടിയായി മാറുകയാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് അഭിപ്രായ ഭിന്നതകൾ വ്യക്തമാക്കുന്നതാണ് നല്ല രീതി എന്നതാണ് എൻ്റെയും നിലപാട്. ശ്രീ ജയകുമാറിൻ്റെയും നിലപാട് അത് തന്നെയാണ്, ദീപുവിൻ്റെയും അത് തന്നെയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജന് എന്ത് തോന്നുന്നു? 1-ാം ബാർക്കോഴ ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ചിട്ട് ഒന്നും എത്തിയില്ല. 2-ാം ബാർക്കോഴ വിവാദം എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടോ ശ്രീ രാജൻ? സാറേ, എനിക്ക് പറയാനുള്ളത് ഈ ബാർക്കോഴയുടെ ഈ മെസ്സേജ് ഇങ്ങനെ തിരിവ് നടത്തണമെന്ന് കൊണ്ട് വാട്സപ്പിലാണോ സാറേ ഇത് അയക്കുന്നത്? വാട്സപ്പിൽ അത്ര മണ്ടന്മാരാണോ ഈ ഇടതുപക്ഷം? ഈ വാട്സപ്പിൽ അയച്ചാൽ ആൾക്കാർക്ക് ആർക്കും കിട്ടത്തില്ല ഇത്. പിന്നെ ഇത് 10:56 പിരിച്ചുവിട്ട പ്രസിഡന്റ് ഇത് പുറത്താക്കുന്നു. 11 മണിക്ക് മനോരമയ്ക്ക് കിട്ടുന്നു. മനോരമ എടുത്തിട്ട് അലക്കുന്നു ഭയങ്കര സന്തോഷത്തോടെ. അങ്ങനെ പക്ഷേ പൈസ പിരിച്ചില്ല, MP രാജേഷ് വാങ്ങിച്ചില്ല, ആർക്കും കൊടുത്തില്ല. അതിന് മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു ഇവിടുത്തെ ഈ അലക്ക്. ഡ്രൈ ഡേ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവരതിൽ പറയുന്നത്. എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഈ ഡ്രൈ ഡേ എത്ര വലിയ സംഭവമാണോ എന്ന് എനിക്കറിയില്ല സാറേ. മന്ത്രിസഭാ രീതിയിൽ അതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്തേ ഉള്ളൂ. അതിന് മുമ്പേ പൈസ പിരിക്കണോന്നൊന്നും ആരോടും പറഞ്ഞില്ല. ദീപു ഇന്നലെ പറഞ്ഞോളൂ, ഇത് ഉണ്ടാക്കിയെടുത്ത സംഭവമാണ്. 100% ഇത് 10:56 ഇത് വെളി വരുന്നു. 11 മണിക്ക് എങ്ങനെ മനോരമയ്ക്ക് കിട്ടുന്നത്? അപ്പൊ ഇത് സത്യമായിട്ടും ഇത് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. ഇവിടെ പൈസ പിരിച്ചിട്ടില്ല, ആരും വാങ്ങിച്ചിട്ടില്ല, ആരും ഉപയോഗിച്ചിട്ടുമില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഒരു മിനിറ്റ്. ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോ അവിടെ BJP-ക്കാര് സമരം ചെയ്യുന്നു, വെള്ളം കയറിയെന്നും പറഞ്ഞിട്ട്. ആ ദുബായിലും പോയെന്ന് സമരം ചെയ്യാൻ പറയണം. ആ മെക്ക മദീനയിൽ അവിടെ എല്ലാം വെള്ളം കയറി. അവിടെ ഒന്ന് പോയി പിണറായി രാജിവെക്കണം, വെള്ളം കയറിയിട്ടുണ്ടെന്ന് സമരം ചെയ്യാൻ പറയണം പ്ലീസ്. അല്ല, വെള്ളം കയറിയത് പലയിടത്തും കുഴിയെടുത്തത് അത് കൃത്യമായി പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് എന്നൊരു ആരോപണമുണ്ട്. ഏതായാലും അത് ഈ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ശശിധരൻ വിളിക്കുന്നത് വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, ഈ മദ്യ നയം എല്ലാ കാലത്തും സർക്കാരുകൾക്ക് തലവേദനയാണോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? അതോ ഇത് ആളുകൾ ആക്ഷേപിക്കുന്നത് പോലെ ഒരു പണമുണ്ടാക്കാനുള്ള രാഷ്ട്രീയക്കാർക്ക് ഒരു കറവ് പശുവാണോ? ആദ്യം തന്നെ മനുസാറിനോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ശശിധരൻ വയലാർ എന്ന് പറഞ്ഞ പേരെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല അലർജി ഉണ്ടോ? ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അങ്ങ് പലപ്പോഴും ഇത് അല്ലല്ല സർസിപിയുടെ ഏകാധിപത്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഇല്ലാതാക്കാൻ വാരിക്കൊണ്ടെടുത്ത നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ നാട്ടിൽ നിന്നൊരാൾ പൊതുവേദിയിലേക്ക് വിളിക്കുന്നത് അത്യന്തം അഭിമാനകരമായ ഒരു കാര്യമാണ്. അതിലെന്താണ് എനിക്ക് വിഷമിക്കാനുള്ളത്? അങ്ങനെ പോലുള്ള ആളുകൾക്ക് ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ
അനുബന്ധമായിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തു. അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അല്ല ശ്രീ ശശിധരൻ, ഇതിൽ എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോ പറഞ്ഞ CPM സഹാക്കൾ മുഴുവൻ വിളിച്ചപ്പോ നിങ്ങൾ 4-5 മിനിറ്റ് ഇഷ്ടം പോലെ അങ്ങോട്ട് കൊടുത്തല്ലോ. അല്ലല്ല, ശ്രീ ശശിധരന് കൊടുക്കുന്ന അത്ര സമയം എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും കൊടുക്കുമെന്ന്. എന്താ ശരി, അങ്ങക്ക് ഞാൻ സമയം തരാം. ഇത് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്ത ആൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായി ചിലപ്പോൾ അതിലേക്ക് നിങ്ങള് CPM സഹാക്കൾ വെക്കുമ്പോ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്. നിങ്ങൾക്ക് അതാണ് എനിക്ക് തോന്നണത്. എനിക്കോ CPM-നെയോ? പിന്നെ അവർക്ക് മാത്രം കൊമ്പുണ്ടാ ദീപുവിനും വെച്ചും. CPM-കാരുടെ ഒരു വലിയ ആക്ഷേപം ഞാൻ അവർക്കെതിരെ പറയുന്നു എന്നാൽ ദീപുവും അങ്ങും ഒക്കെ നിരന്തരം ഈ ഇതിലേക്ക് വിളിക്കുന്ന ആളുകളാണ്. അപ്പൊ അത്തരം ആളുകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ കുറച്ചുകൂടി സമയം അവർ ആവശ്യപ്പെടാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് കൊടുക്കാറുണ്ട്. ഇപ്പൊ അങ്ങയോട് ഞാൻ എത്ര നേരം സംസാരിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കരുത്. കാരണം അല്ല, അത് അങ്ങേ തെറ്റിദ്ധാരണ കൊണ്ടാണ് അങ്ങ് വിചാരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങേക്ക് ആവശ്യത്തിലധികം സമയം തരാൻ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. വേണമെങ്കിൽ നമുക്ക് പൊതുവേദി കുറച്ച് നേരം കൂടി നീട്ടാം. ഈ വിഷയത്തെ പറ്റി ചുരുക്കി പറയാം. ഇത് പ്രശ്നം UDF ഉന്നയിക്കുന്ന പരാതിയായ കാരണം ഇത് എങ്ങും എത്താതെ പോകും. LDF കൊണ്ടുവന്ന പോലല്ല. LDF കൊണ്ടുവന്നാൽ അതെങ്ങനെ പ്രശ്നമാക്കി എടുക്കണം അവർക്ക് നല്ലോണം അറിയാം. മറിച്ച് ഇവർക്ക് യാഥാർത്ഥ്യമായിട്ട് അഴിമതി നടന്നെങ്കിലും UDF-കാരെ കൊണ്ട് അത് ശക്തമായ സമരം സംഘടിപ്പിക്കാൻ ഇവിടെ കേരളത്തിൽ കഴിയത്തില്ല. യെസ്, ശ്രീ ശശിധരനെ പറയാനുള്ളത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കാറ്. ഇനി എനിക്ക് ആകെയുള്ളത് 1 മിനിറ്റാണ്. ഒരു പ്രേക്ഷകനെ കൂടി ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജോൺസൺ കുണ്ട്ര, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കളുടെ അഭിപ്രായം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, നമുക്ക് സമയം ഇല്ല. സാറേ, ഇത് സർക്കാരിനെതിരെ ഒരു വടിയായിട്ടാണ് പ്രതിപക്ഷത്തെ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തില് ഏതൊരു സംഘടനയ്ക്കകത്തും സാധാരണഗതിയിൽ പൈസ പിരിവുണ്ട്. ഇത് അവന് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബാർ മുതലാളി പൈസ പിരിച്ചതാണ് എന്നുള്ളതാണ് വ്യക്തത. കാരണം നമ്മള് UDF-ന്റെ കാലമായിട്ട് തന്നെ താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല. കാരണം അന്ന് ബിജു രമേശ് പറഞ്ഞ എന്താണ്, ഇന്ന ആളുകൾക്ക് ശിവകുമാറിന്, പിന്നെ ബാബുവിന്, മാണിക്ക് ഞാൻ ഇത്ര രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ആർക്ക് കൊടുത്തു, എന്തിന് പിരിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. യെസ്, വളരെ കൃത്യമാണ് ശ്രീ ജോൺസൺ. ദയവായി എന്നോട് ക്ഷമിക്കണം, നമുക്ക് ഈ പരിപാടിയുടെ സമയം അവസാനിച്ചത് കൊണ്ടാണ്. താങ്കൾ വീണ്ടും തുടർന്നും വിളിക്കണം. പൊതുവേദിയിൽ പ്രേക്ഷകർക്ക് പ്രതികരിക്കാൻ എല്ലാവർക്കും അവസരം നൽകും. ആരോടും പ്രത്യേക പക്ഷപാതമില്ല. ഇടതുപക്ഷത്തോട് പക്ഷപാതമുണ്ട് എന്നാരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു ആരോപണം പലരും ഉന്നയിക്കുന്നുണ്ട്. എങ്കിലും പക്ഷേ അതൊന്നും വാസ്തവം ഇല്ലാത്തതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പൊതുവേദി അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ചെയ്തത് പുതുവൈപ്പിൻ ബീച്ചിന് സമീപം വെള്ളക്കെട്ടിൽ വീണ്